ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു നല്ല മീൻകറി വെക്കാം. നല്ല മീൻകറി എന്ന് പറയുമ്പം നമ്മുടെ ചൂര ഉണ്ടല്ലോ, ചെറിയ ചൂര കിട്ടിയേ. അപ്പം വലിയ മീനായിട്ട് മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ അത് നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് നല്ലൊരു കറി വെക്കാവുന്നേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള എണ്ണ ഒഴിക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിത് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി ഉണ്ടല്ലോ, കറിവേപ്പിലൂടെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടെ ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്തത്. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഞാനത്തേക്ക് ഒരു 1.5 മുറി തക്കാളിക്കുണ്ട്, കുഞ്ഞു തക്കാളിക്ക്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ. ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ തക്കാളിക്ക് നല്ല വൃത്തി വഴണ്ടിട്ടുണ്ട്. ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടി ഇട്ടായിരുന്നു. നമ്മുടെ ആവശ്യമുള്ള മുളക് പൊടി ഇടുന്ന അറിയാമല്ലോ. നല്ല കറിയാണ് കേട്ടോ, നല്ല മീൻ കറിയാണ്. കാരണം ഇത് വൈകുന്നേരമരിയൊക്കെ ഇരുന്നാലുണ്ടല്ലോ, ചപ്പായി പോകത്തില്ല, വളിക്കത്തൊന്നുമില്ല. കാരണം നമ്മളിത് വഴറ്റി ചേർക്കുന്നതുകൊണ്ട് ഒരു കേടും സംഭവിക്കത്തില്ല. പിന്നെ മുളക് പൊടിയെല്ലാം വഴണ്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യം വെള്ളം ഒഴിക്കാം. ഉലുവാപ്പൊടി, ലേശം കായപ്പൊടി. ഞങ്ങൾ മീൻ കറിക്ക് കായപ്പൊടി ഇടുവാം കേട്ടോ. പിന്നെ ശകലം തോട്ടുപുളിയോടെ. ചില പിഴുപുളി വെള്ളം ഒഴിക്കാം, തോട്ടുപുളി ഇടാം. ഞാനിവിടെ തോട്ടുപുളിയാണ്, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത്. അങ്ങനെ പിഴുപുളി അങ്ങനെ ചേർത്ത് ഞാൻ മീൻ കറി വെക്കാറില്ല. പിന്നെ ചില സാഹചര്യത്തിലെങ്ങാനും വെക്കുന്നെങ്കിലേ ഉള്ളേ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടെ തേങ്ങ മാത്രം അരച്ചതാണ്. ആവശ്യമായ വെള്ളം കൂടി. നമ്മുടെ ചൂരക്കഷ്ണമുണ്ട്, കുഞ്ഞു ചൂരയാണ്, കൊച്ചു ചൂരയായിരുന്നു. തല പച്ചമുളകിന് പകരമേ ഒരു ഉണ്ടമുളകാണ്. ഇവിടെ എൻ്റെ മോൻ്റെ കൃഷിയാണ്, ഇഷ്ടം പോലെ കൃഷി ചെയ്തിട്ടുണ്ട്. മുളക് മാത്രം, വേറൊന്നുമില്ല. നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം ഇപ്രാവശ്യം മുളകെ മാത്രം നിർത്തിയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് പറ്റുമായിരുന്നു. നമ്മുടെ മീൻകറി റെഡിയായിട്ടുണ്ട്. ഞാനിടയ്ക്ക് ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് നോക്കി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണ്.
അപ്പോൾ ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ഇടാനും മറക്കരുത്.